പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജയനും പ്രസീതയും മാനസയോട് സംസാരിക്കുന്നത് ജാനകി ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ അജയൻ പ്രസീതയും പറയുകയാണ് മാനസയോട് എത്രയും പെട്ടെന്ന് ജാനകിയെയും ഭാവനയെയും വീട്ടിൽ നിന്ന് പുറത്താക്കണം. അതിനുള്ള വഴിയാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവുമെന്ന് പറയട്ടെ. അത് കേൾക്കുമ്പോൾ മാനസയ്ക്ക് ദേഷ്യം വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ആ ജാനകി ആൻറ്റിയെ ഇവിടെ നിന്ന് പറഞ്ഞയച്ച ശേഷം ഭാവനയെ അപായപ്പെടുത്താനല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം? അങ്ങനെയാണ് ഞാൻ ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല. നിങ്ങൾക്കെന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്? ഇനി മേലിൽ ഭാവനയോട് എന്തെങ്കിലും ദ്രോഹം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ മകളെ ഇവിടെ കാണില്ല എന്ന് പറഞ്ഞ് മാനസ ദേഷ്യപ്പെട്ട ശേഷം അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അജയനും പ്രസീതയും പരസ്പരം പറയുകയാണ്, ഇവളോടെന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്? ഇവളെന്താ ഇത്രയ്ക്ക് പൊട്ടിയായി പോയോ എന്നും പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കും ജാനകി അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. പിന്നീട് മാനസ പിറ്റേ ദിവസം രാവിലെയാകുന്ന സമയത്ത് റോഡിലൂടെ പോകുന്ന സമയത്താണ് മാനസയെ മഹേന്ദ്ര ശർമ്മ തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ. ഒരു കാർ വന്ന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് അതിൽ നിന്നും 2-3 ഗുണ്ടകൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ മാനസ ആകെ പേടിച്ചു പോവുകയാണ്. അപ്പോൾ മാനസ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് മഹേന്ദ്ര ശർമ്മയെ അതിൽ കാണുന്നത്. അപ്പോൾ മഹി അങ്കിൾ എന്ന് മനസ്സിൽ സ്വയം പറയുകയാണ് കേട്ടോ മാനസ. എന്നിട്ട് മഹേന്ദ്ര ശർമ്മയുടെ ആളുകൾ മാനസയെ പിടിച്ചോണ്ട് പോവുകയാണ്. അങ്ങനെ ഭാവനയ്ക്ക് പിന്നെ ഒരു കോള് വരികയാണ് കേട്ടോ. മഹേന്ദ്ര ശർമ്മയുടെ കോളാണ് വരുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ വിളിച്ചത്? ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഞാൻ മാനസയുമായി സംസാരിച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയ ശേഷം നിങ്ങളോട് പറയാമെന്ന്. പിന്നെ എന്തിനാണ് നിങ്ങൾ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇനി നീ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഞാൻ മാനസയെ തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഇനി ഞാൻ അവളിൽ നിന്ന് തന്നെ എല്ലാ സത്യവും അറിഞ്ഞുകൊണ്ട് എന്ന് പറയുമ്പോൾ ഭാവന ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവന പറയാണ്, സാർ ഒന്നും ചെയ്യരുത് അവളൊരു പാവം കുട്ടിയാണ് എന്ന് പറയുമ്പോൾ, നീ ഇനി കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും ഭാവന പരിഭ്രമത്തോടു കൂടി മഹേന്ദ്ര ശർമ്മയുടെ ഗോഡൗണിലേക്ക് താവളത്തിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കും മാനസയെ കെട്ടിയിട്ടിട്ടുണ്ടാവും കേട്ടോ കസേരയിൽ. എന്നിട്ട് മഹേന്ദ്ര ശർമ്മയുടെ ആളുകളും മഹേന്ദ്ര ശർമ്മയൊക്കെ ചുറ്റിനും നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് മഹേന്ദ്ര ശർമ്മയെ കാണുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് മാനസ പറയുന്നുണ്ട്, അങ്കിൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്കറിയില്ല സുനിൽ എവിടെയാണുള്ളതെന്ന് എനിക്കറിയില്ല. എന്നെ ഒന്ന് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ, ഇല്ല നീ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. മര്യാദയ്ക്ക് എൻ്റെ മകൻ എവിടെയാണ് ഉള്ളത് എന്ന് നീ പറഞ്ഞിരിക്കണം. നീ എൻ്റെ മകനെ ചതിക്കുകയാണ് ചെയ്തിട്ടുള്ളൂ. ഇതുവരെയും എൻ്റെ മകൻ ദുബായിൽ നിനക്ക് വേണ്ടിയിട്ടാണ് ജയിലഴിക്കുള്ളിലായത്. നീ അവനെ സ്നേഹം നടിച്ച് അഭിനയിച്ച് അവനെ നീ വഞ്ചിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവൻ ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം നിന്നെ കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നതിന് ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞു. നീ അവനെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. നീ സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ജീവനോടെ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ല എന്ന് മഹേന്ദ്ര ശർമ്മ പറയട്ടോ. അപ്പോൾ മാനസ കരഞ്ഞുകൊണ്ട് വീണ്ടും പറയുകയാണ്, അങ്കിൾ എന്നെ ഒന്ന് മനസ്സിലാക്കി. എനിക്കറിയില്ല ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് പറയുമ്പോൾ, നീ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. ഇങ്ങനെയാണെങ്കിൽ നീ ഇനി ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കത്തി എടുക്കുകയാണ് കേട്ടോ. കത്തി കാണുന്ന സമയത്ത് മാനസ ആകെ പരിഭ്രമിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കരഞ്ഞുകൊണ്ട് ഒരുപാട് മാനസ മഹേന്ദ്ര ശർമ്മയോട് പറയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് ഭാവന വരികയാണ്. അപ്പോൾ മാനസയെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്നുള്ള മനസ്സിലാക്കിയ ഭാവന, അരുത് അവളെ ഒന്നും ചെയ്യരുത്, അവളൊരു പാവമാണ് എന്ന് പറഞ്ഞ് മാനസയുടെ അടുത്തേക്ക് ഭാവന ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് മാനസ നീ പേടിക്കേണ്ട മോളെ, നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് മാനസയെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ ഭാവന. അപ്പോഴത്തേക്കും മഹേന്ദ്ര ശർമ്മയുടെ ഗുണ്ടകൾ വന്ന് ഭാവനയെ പിടിച്ചങ്ങ് മാറ്റുകയാണ്. അപ്പോൾ അവളെ ഒന്നും ചെയ്യരുത്, അവൾ പറയുന്നത് സത്യമാണ്, അവളെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിച്ചോളാം, അവളെ ഒന്നും ചെയ്യരുത്, അവളെ വെറുതെ വിട് എന്ന് ഭാവന പറയുകയാണ്. അപ്പോൾ മഹേന്ദ്ര ശർമ്മ അത് കേൾക്കാതെ മാനസയുടെ വയറ്റിലേക്ക് കത്തിയെടുത്ത് അങ്ങ് കുത്തുകയാണ് കേട്ടോ. അതോടുകൂടി ഭാവന അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് അലറുകയാണ് കേട്ടോ. മാനസ എന്ന് പറഞ്ഞങ്ങ് അലറുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഭാവന ബെഡിൽ നിന്നും എണീക്കുകയാണ് കേട്ടോ. എണീറ്റിരിക്കുകയാണ്. അപ്പോൾ ഭാവനയുടെ ഒരു സ്വപ്നമായിരിക്കും കേട്ടോ. അങ്ങനെ അലറിക്കൊണ്ടാണ് ഭാവന സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നത് മാനസയെ വിളിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഒരു സൗണ്ട്
സൗണ്ട് കേട്ടിട്ട് അലർച്ചയും കേട്ട് തൊട്ടടുത്ത് കിടക്കുന്ന സൂര്യ പെട്ടെന്നങ്ങ് ഞെട്ടി ഉണരുകയാണ്. എന്താ ഭാവന, എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ മാനസയെ അപായപ്പെടുത്തി മഹേന്ദ്ര ശർമ്മ മാനസയെ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താ പറ്റി ഭാവന നിനക്ക്, നീ ആദ്യം ഈ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ് സൂര്യ ഭാവനയ്ക്ക് വെള്ളം കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഭാവനയോട് സൂര്യ ചോദിക്കുന്ന എന്താ നീ ഒരു സ്വപ്നം കണ്ടതല്ലേ? അല്ല, ഞാൻ മഹേന്ദ്ര ശർമ്മ മാനസയെ തട്ടിക്കൊണ്ടുപോയത് ഞാൻ സ്വപ്നം കണ്ട്, പക്ഷെ അവളെ അപായപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ നീ ഒന്ന് ടെൻഷൻ ആവാതിരിക്കുക എന്ന് പറയാണ്. അങ്ങനെ നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? അങ്ങനെ ഒന്നുമില്ല, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? നീ എന്നിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഭാവന പറയാണ്, ഞാൻ ഇനി സൂര്യയോട് ഇക്കാര്യം മറച്ചു വെക്കുന്നില്ല, എന്നോട് ക്ഷമിക്കണം സൂര്യ എന്ന് പറഞ്ഞ് സൂര്യയോട് എല്ലാ കാര്യവും ഭാവന അങ്ങ് പറയുകയാണ് കേട്ടോ. എന്നെ തട്ടിക്കൊണ്ടുപോയത് മഹേന്ദ്ര ശർമ്മയാണ്, സുനിലിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് ഭാവന എല്ലാ കാര്യവും വിശദമായി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അത് കേട്ടതോടുകൂടി സൂര്യക്ക് പിന്നെ ദേഷ്യം നിൽക്കുന്നില്ല. അങ്ങനെ സൂര്യ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ ഇത് തന്നെയാണ് സൂര്യ ഞാൻ നിന്നോട് ഇതുവരെ പറയാതിരുന്നത്, എടുത്തു ചാടി ഇങ്ങനെയൊന്നും ചെയ്യരുത്, എനിക്ക് എൻ്റെ സൂര്യയെ നഷ്ടപ്പെടാൻ കഴിയില്ല, എൻ്റെ സൂര്യയ്ക്ക് ഒരു അപകടവും വരുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സൂര്യ പറയാണ്, നിന്നെ തട്ടിക്കൊണ്ടുപോയത് ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അവർ ചെയ്ത കാര്യം തെറ്റാണ്, അവർ എന്തിൻ്റെ പേരിലാണെങ്കിലും നിന്നെ തട്ടിക്കൊണ്ടു പോകാൻ പാടില്ല, അവരോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സൂര്യ ഞാനൊന്ന് പറഞ്ഞത് കേൾക്ക്, ഞാൻ നാളെ വല്യമ്മയും കൂട്ടി അവരെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല, നിന്നെ ഞാൻ അയാളുടെ അടുത്തേക്ക് തനിച്ച് പറഞ്ഞയക്കില്ല, ഞാൻ കൂടി വരാം എന്ന് പറയട്ടോ. അത് വേണ്ട സൂര്യ എടുത്തു ചാടല്ലേ, എനിക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ മതിയാവൂ, എന്നിട്ട് സൂര്യക്ക് പിന്നെ അവിടേക്ക് പോവാം, ഞാൻ ആദ്യം വല്യമ്മയും കൂട്ടി നാളെ തന്നെ മഹേന്ദ്ര ശർമ്മയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾക്ക് വ്യക്തത ലഭിക്കാനുണ്ട് എന്ന് പറയാണ്. അങ്ങനെ സൂര്യ മനസ്സോടെ ഭാവനയോട് സമ്മതിക്കാൻ കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ഒന്നും മിണ്ടാതിരിക്കാം, തൽക്കാലം പോലീസിനെ ഒന്നും അറിയിക്കാതിരിക്കാം എന്നുള്ള വാക്ക് സൂര്യ ഭാവനയ്ക്ക് കൊടുക്കുകയാണ്. പിറ്റേ ദിവസം ഭാവനയും ജാനകിയും കൂടി മഹേന്ദ്ര ശർമ്മയെ കാണാൻ വേണ്ടി പോവാൻ തീരുമാനിക്കാൻ കേട്ടോ. അങ്ങനെ ഭാവന ഡ്രസ്സൊക്കെ മാറി താഴേക്ക് വരുന്ന സമയത്ത് ജാനകിയോട് പറയുകയാണ്, എന്നാൽ വല്യമ്മേ നമുക്ക് പോവാമെന്ന് പറയുമ്പോൾ അതിന് ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല എന്ന് പറയാട്ടോ. അപ്പോൾ വല്യമ്മയുടെ ഡ്രസ്സൊന്നും ഇവിടെ ഇല്ലല്ലോ, നമുക്കെന്നാൽ അവിടെ നിന്ന് പോയി വരുന്ന സമയത്ത് വല്യമ്മയുടെ വീട്ടിൽ കയറി കുറച്ച് ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാമെന്ന് പറയാട്ടോ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞാൻ ജയനിർമ്മലയുടെ സാരി എടുത്തോളാം, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നും പറഞ്ഞ് ജാനകി ജയയുടെ സാരി എടുക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ജയനിർമ്മലയാണെങ്കിൽ സാരിയൊക്കെ നല്ലതുപോലെ ഇസ്തിരി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ജയയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഒരു കൂട്ടുകാരിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫോൺ വിളിക്കുകയാണ്. ആ കൂട്ടുകാരിയോട് സംസാരിക്കുന്ന സമയത്ത് ജയ അവിടെ ഇസ്തിരി ചെയ്ത് വെച്ചിരിക്കുന്നത് ജാനകി കണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ ജാനകിയോട് ഒരു സാരി തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സാരി കാണുമ്പോൾ അത് ജാനകി എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതൊന്നും തന്നെ ജയനിർമ്മല അറിയുന്നില്ല. അങ്ങനെ ഫോണിൽ സംസാരിച്ച ശേഷം ഫോൺ വെച്ച ശേഷം ജയ അവിടേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് സാരി നോക്കുന്ന സമയത്ത് സാരി കാണാനില്ല. അപ്പോൾ എൻ്റെ സാരിയല്ലേ ഞാനിവിടെ അയൺ ചെയ്ത് വെച്ചതാണല്ലോ, ഇപ്പോൾ അത് എവിടേക്ക് പോയി എന്നൊക്കെ ഇങ്ങനെ തിരയുകയാണ് കേട്ടോ. അങ്ങനെ ജയനിർമ്മല എവിടെ പോയി എൻ്റെ സാരി എന്നിങ്ങനെ തിരഞ്ഞുകൊണ്ട് പോകുന്ന സമയത്താണ് ജാനകി ഡ്രസ്സൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ ജയക്കങ്ങ് ദേഷ്യം വരികയാണ്, ഇത് എൻ്റെ സാരിയാണല്ലോ, ഇവൾ എൻ്റെ അനുവാദമില്ലാതെ എടുത്ത് ഉടുത്തിരിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് ജയനിർമ്മല ദേഷ്യപ്പെട്ട് ജാനകിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ ജാനകി ആണെങ്കിലോ ദേഷ്യപ്പെടുമോ എന്നുള്ള ഭാവത്തിൽ ജയ നിൻ്റെ സാരി ഞാനൊന്ന് എടുത്തു എന്നുള്ള ആ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ജാനകിയും ജയനിർമ്മലയും നല്ലൊരു പൊട്ടിത്തെറി തന്നെയാണ് കേട്ടോ നടക്കുന്നത്. ജയനിർമ്മലയുടെ സാരി ജാനകി എടുത്തതിൻ്റെ പേരിൽ അപ്പോഴത്തേക്കും അവിടേക്ക് ഭാവനയൊക്കെ വന്ന് ആ പ്രശ്നം അങ്ങ് സോൾവ് ആക്കുകയാണ്. തൽക്കാലം ഈ സാരി വല്യമ്മ ഉടുത്തോട്ടെ ആൻറ്റി, കാരണം വല്യമ്മയ്ക്ക് ഇപ്പോൾ ഇവിടെ മാറിയെടുക്കാനൊന്നും സാരി ഒന്നുമില്ല, ഇപ്പോൾ ഞങ്ങൾ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോവുകയാണ്, അപ്പോൾ വരുന്ന സമയത്ത് വല്യമ്മയുടെ സാരിയൊക്കെ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇനി ഇവിടേക്ക് വരികയുള്ളൂ, ഇപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ
എന്നൊക്കെ പറഞ്ഞ് ഭാവന ആ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നം സോൾവ് ആക്കുകയാണ്. എന്നിട്ട് ഭാവനയും ജാനകിയും കൂടി മഹേന്ദ്ര ശർമ്മയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മഹേന്ദ്ര ശർമ്മയും മോഹിനി ശർമ്മയും അവിടെ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് പറയുകയാണ്, നീ എന്ത് തന്നെ പറഞ്ഞാലും ശരി, എൻ്റെ മോനെ കാണാതായതിൻ്റെ പിന്നിൽ അവൾ തന്നെയായിരിക്കും. മാനസയെ ഞങ്ങൾക്ക് കിട്ടിയാൽ അവളെ കൊണ്ട് സത്യം പറയിപ്പിച്ചോളാം എന്നൊക്കെ പറയാണ്. അങ്ങനെ ജാനകി പറയാണ്, മാനസ അവൾ ഒരു ഗർഭിണിയാണെന്ന് പറയുമ്പോൾ അവൾ ഗർഭിണിയോ എന്ന് മോഹിനി ശർമ്മ ചോദിക്കുകയാണ് കേട്ടോ. അതെ, അവൾ നിങ്ങളുടെ മകൻ്റെ കുഞ്ഞിനെ തന്നെയാണോ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറയട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ മഹേന്ദ്ര ശർമ്മയും മോഹിനി ശർമ്മയും അന്തം വിടുകയാണ്. ഞങ്ങളുടെ മോൻ്റെ കുഞ്ഞാണോ ഇനി മാനസയുടെ വയറ്റിലുള്ളത്, പിന്നെ ഞങ്ങളുടെ മോൻ എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാവന പറയണ, നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി സാവകാശം തരണം, എത്രയും പെട്ടെന്ന് അവൻ എവിടെയാണ് ഉള്ളത് എന്ന് ഞങ്ങൾ കണ്ടെത്തിക്കോളാം എന്നും പറഞ്ഞ് ഭാവനയും ജാനകിയും പോവുകയാണ് കേട്ടോ. ഈ സമയം ജയനിർമ്മല മാനസയോട് സംസാരിക്കുകയാണ്. എന്താ മോളെ, നിനക്കിപ്പോൾ വല്ലാത്തൊരു മാറ്റമുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ എന്ത് മാറ്റം എന്നൊക്കെ പറയാട്ടോ. അല്ല മോള് ഞങ്ങളിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ഈ ആൻറ്റിയോട് തുറന്നു പറയണം എന്നൊക്കെ പറയണം. ആ സമയത്തൊക്കെ മാനസയ്ക്ക് ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് പോലെ വരികയാണ് കേട്ടോ. മാനസയ്ക്ക് ഒരു കുറ്റബോധം വരെ തോന്നുകയാണ്. മോളെ, നീ എന്തുണ്ടെങ്കിലും ഈ ആൻറ്റിയോട് തുറന്നു പറയണം. നീ ഞങ്ങളോട് ആരോടെങ്കിലും പറയാത്ത എന്തെങ്കിലും രഹസ്യം നിൻ്റെ മനസ്സിലുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാനസയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ്.